വാക്യം വായിക്കാം. പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-18. 1 പത്രോസ് 4:17-18. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ കർത്താവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വേദഭാഗങ്ങൾ തന്നെയാണ്. നാം വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പ്രത്യേകാല 3 ന്യായവിധികളെ പറ്റി ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 1 ക്രിസ്തുവിന്റെ ന്യായാസനം, 2 നാം വായിച്ചു ജാതികളുടെ ന്യായാസനം, തേജസ്സിന്റെ സിംഹാസനം. മറ്റൊരു ന്യായവിധി നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെ വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയും തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനെയും. അപ്പോൾ ഇവിടെ നാം കാണുന്ന ന്യായവിധി എന്ന് പറയുന്നത് രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്ത ആളുകൾക്കുള്ള ന്യായവിധിയാണ്. വെള്ളസിംഹാസനത്തിലെ ന്യായവിധി കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് അത് വിധിക്കുന്നത്. നാം വചനത്തിൽ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ ഇടയായി തീർന്നത് ഇങ്ങനെയാണ്. ന്യായവിധി എല്ലാം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പുത്രന്റെ മേലാണ്. പുത്രനാണ് സകലരെയും ന്യായം വിധിക്കുന്നപ്പോൾ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി 1 ക്രിസ്തുവിന്റെ ന്യായാസനം, അത് വിശ്വാസികൾക്കുള്ള പ്രതിഫലത്തിന്റെ ന്യായാസനമാണ്. 2 തേജസ്സിന്റെ സിംഹാസനത്തിലുള്ള ന്യായവിധി, അത് ജാതികളുടെ ന്യായവിധിയാണ്. ഇവിടെ നാം കാണുന്ന വെള്ളസിംഹാസനത്തിലെ ന്യായവിധി സകല പാപികൾക്കുമുള്ള ന്യായവിധിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വേദഭാഗത്തിൽ അവസാനം നാം പറഞ്ഞത് ഇങ്ങനെയാണ്. ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ പാപി എന്ന നിലയിൽ നമുക്കുള്ള ന്യായവിധി എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിക്കുവാൻ ഇടയായി തീർന്നു. അടുത്ത ന്യായവിധി എന്ന് പറയുന്നത് നാം റോമാലേഖനത്തിൽ വായിക്കുന്നതിന് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് ഒരു പാപി എന്ന നിലയിലുള്ള ന്യായവിധി നമുക്ക് കഴിഞ്ഞു പോകുവാനിടയായി തീർന്നു. എന്നാൽ നാം അടുത്തത് ചിന്തിച്ചത് ഇങ്ങനെയാണ്. ഒരു പുത്രൻ, ഒരു മകൻ എന്നുള്ള ന്യായവിധി നമുക്ക് ഉണ്ട്. ഒരു മകൻ എന്നുള്ള വിധത്തിൽ ദൈവം നമ്മുടെ ദൈവമക്കളെ ഈ ലോകത്തിൽ വെച്ച് ശിക്ഷിച്ചു വളർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. നാം ചിന്തിക്കേണ്ടത് പാപം ചെയ്യുവാനായിട്ട് നമുക്ക് വ്യവസ്ഥയില്ല. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം അപ്പോൾ പാപം ചെയ്യുവാനായിട്ടുള്ള ഒരു ലൈസൻസ് ദൈവം നമുക്ക് നൽകിയിട്ടില്ല.
പാപം ചെയ്യാതെ ജീവിക്കുവാനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇന്ന് നാം ജീവിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാനായിട്ട് സാധ്യമല്ല. പാപത്തെ ജയിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി വേണം. ലോകത്തെ ഏത് കാര്യത്തിൽ ഈ ഭൂമിയില് ഒരു വിജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അളവ് നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നാം കാണുന്നുണ്ട്. ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ ഹഠിയായിട്ടുള്ള ഉപദ്രവം വന്നപ്പോൾ അവർ തളർന്നു പോകുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. അവർ വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വീണ്ടും അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നത് നമുക്ക് കാണുവാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടെ കൂടെ അനുഭവിപ്പാൻ ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായ ഒരു ആത്മീക ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപം ചെയ്താൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വചനത്തിൽ കൂടെ പരിശോധിക്കുവാൻ ഇടയായി തീരാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കുക. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ, അപ്പൊ നോക്കി, ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് ഇരുട്ടിൽ നടക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ദൈവമക്കളായി തീർന്ന ആളുകൾ പാപം ജീവിതത്തിൽ അവർ അനുവർത്തിച്ചാൽ, വർദ്ധിച്ചു വന്നാൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ത് ചെയ്യും? നഷ്ടപ്പെടുവാനിടയായിട്ട്. ഇരുട്ടിൽ നടക്കുന്നവന് ഒരിക്കലും ആരുമായിട്ട് കൂട്ടായ്മ പുലർത്താൻ സാധ്യമല്ല. ദൈവവുമായിട്ട്, വെളിച്ചത്തിൽ വസിക്കുന്ന, ഇരുട്ട് ഇഷ്ടപ്പെടാത്ത, പാപം ഇഷ്ടപ്പെടാത്ത, പാപമില്ലാത്ത ദൈവവുമായിട്ട് അവന് കൂട്ടായ്മയിൽ നിലനിന്നു പോകാനായിട്ട് സാധിക്കില്ല. ആണ് വായിക്കുന്നത്, നീ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക്ക് പറയുന്നു. അടുത്ത വാക്യം, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അപ്പൊ നോക്കി, അവൻ ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ, അപ്പൊ നോക്കിയേ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ അവിടെ എടുത്തു പറയുകയാണ്. ദൈവവുമായിട്ട് വെളിച്ചത്തിൽ നടക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തോട് കൂട്ടായ്മയുള്ളൂ, ദൈവമക്കളുമായിട്ട് കൂട്ടായ്മയുള്ളൂ. അപ്പൊ നോക്കിയേ, പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ദൈവത്തോടുള്ള കൂട്ടായ്മ ആദ്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ പതുക്കെ ആരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും? ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീരും. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമക്കളെ, പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ വസിക്കുവാനായിട്ട്, അത് തുടരുവാനായിട്ട് നാം അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുവാൻ ഇടയായി തീരും. അതുപോലെ തന്നെ ദൈവ മക്കളുമായിട്ടുള്ള ആ വലിയ കൂട്ടായ്മ ബന്ധത്തില് വീഴ്ച സംഭവിക്കുവാൻ ഇടയായി തീരും. അപ്പോൾ ഒന്ന്, പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു, ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. മറ്റൊരു സംഭവം, സങ്കീർത്തനങ്ങൾ 51-ന്റെ 12-ാമത്തെ വാക്യം. Psalms chapter 51 verse 12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിൽ എന്നെ താങ്ങണമേ. Psalms 51 verse 12. Restore to me the joy of your salvation and uphold me with a willing spirit. അപ്പോ അവിടെ നാം വായിക്കുന്നത്, രക്ഷയുടെ സന്തോഷം
എനിക്ക് തിരികെ തരണമേ. നമുക്കറിയാവുന്ന ആളാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ ദൈവവുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്ന ദൈവമനുഷ്യൻ. അപ്പോൾ അവിടെ വായിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു നോട്ട പിശക് കൊണ്ട് ആ മനുഷ്യ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുവാനും അത് വാഴുവാനുമായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ പ്രവാചകൻ വരുന്ന അവനെ കുറ്റബോധം, അവന്റെ ജീവിതത്തിൽ പാപബോധം കടന്നു വരുമ്പോൾ അനുദമിക്കുന്ന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ പാപം ചെയ്തപ്പോൾ അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ച് അതിന്റെ തൊട്ട് മുകളിലുള്ള 10 കൊടുക്കുന്ന വാക്യങ്ങൾ വായിച്ചു. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പകരണമേ. സ്ഥിരമായിട്ടുള്ള ആത്മാവിനെ എന്നിൽ പകരണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. അടുത്ത വാക്യം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ അവളെ വളരെ വ്യക്തമാണ്, ഒരിക്കൽ ഈ ദൈവം നൽകിയ രക്ഷയിൽ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ സന്തോഷം അനുഭവിച്ചിരുന്നു. പാപം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, അരുതാത്ത കാര്യങ്ങളിലേക്ക് നോട്ടം കടന്നു പോയപ്പോൾ നാം വായിക്കുന്നത് അവനാകെ പരിതാപകരമായ അവസ്ഥയിലായി. ദൈവമായിട്ടുള്ള ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം എന്ത് ചെയ്തു? നഷ്ടമാകുവാനിടയായി. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുവാൻ ഒരു മുരടിപ്പ് ജീവിതത്തില്, ദൈവിക കാര്യങ്ങളോട് ഒരു ശുഷ്കാന്തി ഇല്ലാത്ത അവസ്ഥ, പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഉത്സാഹമില്ലാത്ത അവസ്ഥ, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത പഴയ കാലത്തിലെ സമൃദ്ധി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. പഴയ കാലത്ത് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ വലിയ ഉത്സാഹമാണ്, കൂട്ടായ്മയ്ക്ക് പോകാന്ന് പറയുമ്പോൾ വലിയ ഉത്സാഹമാണ്, ദൈവമക്കൾ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു സംതൃപ്തിയാണ്. എന്നാൽ പാപം നമ്മുടെ ജീവിതത്തിൽ വാഴുവാനായിട്ട് അനുവദിച്ചാൽ ദൈവമക്കളെ ഈ കാര്യങ്ങളിൽ ഒക്കെ സന്തോഷം എന്ത് ചെയ്യും? നഷ്ടമാകുവാനിടയായി തീരും. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അത്രമാത്രം ആ ദൈവ മകൻ വളരെ താഴ്ചയിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നാം പാപം ചെയ്താൽ ഒന്ന് നാം ചിന്തിച്ചു, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ നാം കാണുന്ന പണ്ട് കാലത്ത് ആ കർത്താവിനുള്ള സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം നമ്മളിൽ നിന്ന് മങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീരും, നഷ്ടപ്പെടുവാൻ ഇടയായി തീരും. അടുത്തത് നമുക്ക് വായിക്കാം 2 തീമോത്തി 2:19. 2 തീമോത്തി 2:19. 2 Timothy chapter 2 verse 9. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടാകുന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മക്കൾ വായിച്ചേ. 2 Timothy chapter 2 verse 19. Sons are bearing his seal. The Lord knows those who love him, and let everyone who names the name of the Lord be far from iniquity. ഒന്നുകൂടെ മലയാളം ഒന്നുകൂടെ ആവർത്തിക്കും. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ദൈവത്തിന് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, ദൈവത്തിന് നാം പാപം ചെയ്താൽ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തന മേഖലയിലേക്ക് കടന്നുപോയാൽ സംഭവിക്കുന്ന കാര്യം, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് കർത്താവിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ കൂടെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഒന്നുകൂടി ആവർത്തിച്ച വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കാരണം ആ സഭയില് ദുരുപദേശം കടന്നു വരുവാനിടയായിത്തീർന്നു. സത്യം വിട്ട് ചില ആളുകള് തെറ്റിപ്പോകുവാൻ ഇടയായിത്തീർന്നു. അവർ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം കഴിഞ്ഞു എന്നുള്ള തെറ്റായിട്ടുള്ള ഉപദേശം അവിടെ പ്രചരിപ്പിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ
പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. വായിക്കാം അടുത്ത വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ എല്ലാ അനീതിയും വിട്ടകന്നുകൊള്ളണം. അപ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ ദൈവമക്കളെ സകല അനീതിയും എന്ത് ചെയ്തോളണം? വിട്ട് അകന്നു പോകുവാനിടയായി തീരണം. അടുത്ത വാക്യങ്ങൾ. എന്നാകുന്നു അതിന്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുകയാണ്. ഒരു വീട്ടില് വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വിലപിടിപ്പില്ലാത്ത മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അപ്പൊ ഈ സ്വർണം, വെള്ളി, പണ്ട് കാലത്ത് സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള വസ്തുക്കള് സാധാരണ ഹീനമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക്, വിലപിടിപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്കറിയാം. പണ്ട് കാലത്ത് വീടുകളിൽ പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഒക്കെയും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉന്നത നിലവാരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുമായ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മരം, മണ്ണ് എന്നുള്ള പാത്രങ്ങൾ അത്ര ഉന്നതമായ അവസ്ഥയിൽ ഉപയോഗിക്കുവാനില്ല. അപ്പോൾ പൗലോസ് അവിടെ എടുത്തു പറയുന്നത് ദൈവത്തിന് ശക്തമായി ശ്രേഷ്ഠമായ അവസ്ഥയിൽ നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നാം സകല അനീതിയും വിട്ട് ഓടുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് ഉപയോഗിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. താഴെ വാക്യങ്ങൾ. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്രകാരം ദൈവത്തിന് എന്നെയും നിങ്ങളെയും ശക്തമായി ഉപയോഗിക്കണമെങ്കിൽ ദൈവമക്കളെ സകല അനീതിയും എന്ത് ചെയ്യണം? വിട്ട് ഓടുന്ന ഒരു ദൈവ പൈതലിനെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ചിലത് മാനപാത്രങ്ങളായിട്ട് ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ സകല അനീതിയും വിട്ട് ഓടുവാനിടയായിട്ട് അതിന്റെ താഴെ ഭാഗങ്ങളിൽ വിട്ട് ഓടേണ്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നുണ്ട്. ഇതിനോട് ചേർന്ന് മറ്റൊരു വാക്യം വായിക്കും. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 11-ാമത്തെ വാക്യം. 52:11. വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ട പോരുവീൻ, അശുദ്ധമായത് ഒന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ, നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവിൻ. അപ്പോൾ ദൈവത്തിന്റെ ഉപകരണങ്ങളെ ചുമക്കുന്ന ദൈവഭൃത്യന്മാരോട് പറയുന്ന വാക്കെന്താണ്? നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവിൻ. അപ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. അടുത്തത് യെശയ്യാ പ്രവചനം 66:18. നാം പാപം ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 18-ാമത്തെ. പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എന്നെ 59 രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെയും ദൈവജനത്തെയും ഭിന്നിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. വളരെ അകലച്ചയിലാണ് അവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈക്ക് കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ ശബ്ദം കേൾക്കാതെ അവന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങളുടെ ഇസ്രായേൽ എന്ന് പറയുകയാണ്, നിങ്ങളുടെ അകർത്യങ്ങൾ അത്രേ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അടുത്ത വാക്യം, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് എപ്പോഴാണ്? നാം പാപം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുഖം മറച്ചു കളയുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവത്തിന്റെ മുഖം മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ അത്രമാത്രം പാപത്തും ദൈവവുമായിട്ട് അകൽച്ചയുണ്ട്. ഒരിക്കലും ദൈവത്തിന് പാപത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ കൂടാൻ സാധ്യമല്ല. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാനായിട്ട് സാധ്യമല്ല. അവിടെ യെശയ്യാപ്രവചനത്തിൽ ഇസ്രായേൽ മക്കളോട് പറയും, ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ്. ജാതികളോടുള്ള ബന്ധത്തിലും ഇസ്രായേലിന്റെ ബന്ധത്തിലും പഠിക്കുമ്പോൾ കർക്കശമായിട്ടാണ് ഇസ്രായേലിനോട് ദൈവം പെരുമാറുന്നത്. അതായത് അവർക്ക് പ്രമാണം കിട്ടിയവരാണ്, അവർ ദൈവത്തെ അറിഞ്ഞവരാണ്. അറിയാത്തവരോടും ആ പ്രമാണം കിട്ടാത്തവരോടുള്ള ദൈവത്തിന്റെ ഇടപെടലും അല്ലാത്ത ആളുകളോടുള്ള ഇടപെടലും വ്യത്യാസമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ അകർത്യങ്ങളാണ് നിങ്ങളും ദൈവമായിട്ട് ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവത്തിന്റെ മുഖം മറയ്ക്കുമാറാക്കിയത് നിങ്ങളുടെ പാപങ്ങളാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നാം ചിന്തിച്ചു, ഒന്ന് കൂട്ടായ്മ നഷ്ടപ്പെടുന്നു, രണ്ട് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. അടുത്തത് നാം ചിന്തിച്ചു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. മറ്റൊരു കാര്യം, സങ്കീർത്തനം 34:7. Psalms chapter 34 verse 7. മക്കളാരെങ്കിലും ഓർക്ക് വായിച്ചു. 34 verse 7. The angel of the Lord encamps around those who fear him and delivers them. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. നാം ചിന്തിക്കുന്നത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വലിയ ഒരു സംരക്ഷണം ആർക്കുണ്ട്? ദൈവ മക്കൾക്കുണ്ട്. നമ്മള് ചിന്തിക്കുമ്പോൾ ലോകത്തിൽ ഇപ്പൊ ഇന്ന് ഏറ്റവും നമ്മൾ അറിയപ്പെടുന്നതിൽ അമേരിക്കയിലെ പ്രസിഡന്റിനാണ് വളരെ ശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. നമ്മളറിയാം, ഇന്ത്യയിൽ അദ്ദേഹം വന്നപ്പോൾ നാം കാണുന്നത് എങ്ങനെയാണ്, മാസങ്ങൾക്ക് മുമ്പേ അവിടുന്ന് അവരുടെ സൈന്യത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ സുരക്ഷയുടെ ഇതിലുള്ള ഡോഗ് എല്ലാം 3-4 വന്നു. അവരുടെ എല്ലാവരും വന്ന് ഈ പുള്ളി പോകുന്ന സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു, വളരെ. അപ്പൊ അന്ന് പേപ്പറിൽ വായിച്ചത് ആ ഡോഗിന് വരെ സല്യൂട്ട് അടിക്കണമെന്നും പറഞ്ഞ് അത്രമാത്രം സുരക്ഷയാണ് ഈ ലോകത്തിലെ ഒരു ഭരണാധികാരിക്ക് കൊടുക്കുന്നത്. എന്നാൽ നാം വചനം ചിന്തിക്കുമ്പോൾ ഇവർക്കൊക്കെയും കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു സുരക്ഷിതത്വത്തിലാണ്, ഒരു വലയത്തിലാണ് നാം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ചുരുങ്ങിയത് 2 ദൂതന്മാരെങ്കിലും ഒരു ദൈവത്തിനെ സംരക്ഷിക്കാനായിട്ട് ഉണ്ട്. അവിടെ വായിച്ചത് അവന്റെ ഭക്തന്മാരെ ചുറ്റും. അവിടെ ഒന്നുകൂടി വായിച്ചേ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ ജലത്തിന്റെ ഭൂമിയിലെ ന്യായവിധി നടത്തുന്ന സമയത്ത് അവിടെ വായിക്കുന്നുണ്ട്, അവസാന ശിക്ഷാവിധിയുടെ സമയത്ത് ജലാധിപതിയായ ദൂതൻ, വെള്ളത്തിന്മേല് തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, അങ്ങനെ ദൂതന്മാരുടെ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ആധിപത്യം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അധികാര കേന്ദ്രത്തിലായിരിക്കുന്ന ദൂതന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളായ നമുക്ക് വലിയൊരു സംരക്ഷണ കർത്താവ് നൽകുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് ജോബിന്റെ പുസ്തകം, ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 9 and 10 മക്കളാരെങ്കിലും ആദ്യമായി.
So his flocks of sheep and birds and cattle are large. They almost cover the land. മലയാളത്തിലാണെന്ന് വായിക്കാം. 6 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വേണം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ ആ ദൂതന്മാരുടെ കൂട്ടത്തിൽ ആർക്കൂടെ അവരെ പ്രവേശനം കിട്ടിയായിരുന്നു? അപ്പൊ സാത്താൻ ഇടയ്ക്കിടയ്ക്ക് എവിടെ പോവും? ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ആരെ കുറിച്ചാ കുറ്റം പറയുന്നത്? ദൈവമക്കളെ കുറിച്ച് കുറ്റം പറയാനായിട്ട് സാത്താൻ പോകും. അവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? സാത്താനും ഉണ്ടായിരുന്നു. 7-ാമത്തെ വാക്യം. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചത്, നീ എവിടെ പോയിട്ട് എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചു. സാത്താൻ യഹോവയോട്, സാത്താൻ കർത്താവിനോട് പറയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി എന്ത് ചെയ്യാണ്? സഞ്ചരിച്ചു വരുന്നു. ഞാൻ ഭൂമിയിലെല്ലാം വിസിറ്റ് ചെയ്തിട്ടാ ഇപ്പൊ നിന്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് സാത്താൻ കർത്താവിനോട് പറയുകയാണ്. ഉടനെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ലോകത്തിൽ ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ ദൈവം സാത്താനോട് ആരുടെ കാര്യം ചോദിക്കുന്നത്? എന്റെ ദാസനായ. അപ്പൊ നോക്കി, ദൈവത്തിന് അത്രമാത്രം അടുപ്പമുള്ള ഒരാളായിരുന്നു ആര്? യോബ്. ആ മനുഷ്യന്റെ അവർക്ക് എത്ര ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ്. സാത്താനോട് ലോകത്തിൽ അന്ന് ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ ദൈവം പ്രത്യേകം ഒരു പേര് എന്ത് ചെയ്യാണ്? എന്റെ ദാസനായ ഈ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അടുത്ത വാക്യം. അവനെ പോലെ നിഷ്കളങ്കനും. അപ്പൊ നോക്കിയേ, ഇതാരാ പറയുന്നത്? ദൈവം സാത്താനോട് പറയുകയാണ്, അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് ഓടുന്നവൻ ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പൊ നോക്കി, എത്ര ദൈവത്തിന് ആ മനുഷ്യനെ കുറിച്ച്, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ച മനുഷ്യനാണ്, ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണ്. അപ്പൊ നോക്കി, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ അനുഗ്രഹമാണ്. സാത്താനോട് പറയുകയാണ്, ദേ അവൻ ഇന്നൊക്കെ ഗുണങ്ങളുണ്ട്, എന്റെ ദാസനാണ് അവൻ. പേഴ്സണലായിട്ട് ദൈവത്തിന് ആ മനുഷ്യനെ നന്നായിട്ട്. ദൈവങ്ങളെ, നമ്മുടെ അവസ്ഥ എത്രമാത്രമുണ്ട്? ദൈവം നമ്മെ കുറിച്ച് ഇപ്രകാരം ഒരു സാക്ഷ്യം പറയുമോ? നമ്മളുമായിട്ടുള്ള ദൈവത്തിന്റെ കൂട്ടായ്മ, സഹിത്വം എത്രമാത്രം ഉണ്ടെന്ന് നമ്മെ തന്നെ പരിശോധിപ്പാടേണ്ട. അടുത്ത വാക്യങ്ങള്. അതിന് സാത്താൻ യഹോവയോട്, അതിന് സാത്താൻ പറയുന്ന കാര്യം എന്താണ്? ദൈവത്തോട് പറയുകയാണ്, വെറുതെയാണോ ഈ യോബ് ഇത്രമാത്രം ഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും, നീ അവന്റെ വീടിന്, അവനുള്ള സകലത്തിനും എന്ത് ചെയ്തിരിക്കുന്നു? ആ ചുറ്റും എന്തുണ്ട്? ഒരു സംരക്ഷണ വലയമുണ്ട്. അപ്പൊ ദൈവമക്കളായ നമുക്ക് ഭയപ്പെടാതെ ജീവിക്കുവാനുള്ള ഒരു വാക്യമാണ് വായിച്ചത്. ദൈവത്തെ സേവിക്കുന്ന, ദോഷം വിട്ടകലുന്ന, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവന് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവന് ചുറ്റും ഒരു വേലിയുണ്ട്, അവന്റെ വീടിന് ചുറ്റും ഒരു വേലിയുണ്ട്, അവന്റെ മക്കളുടെ മേലെ എന്തുണ്ട്? ഒരു വേലിയുണ്ട്. അപ്പൊ നോക്കി, ദൈവം തന്റെ മക്കളെ എത്രമാത്രം ചുറ്റി പരിപാലിക്കുന്ന. സങ്കീർത്തനം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അടുത്ത വാക്യം. നീ അവന്റെ വീടിനോ അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നോക്കി, സാത്താൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേലിയൊക്കെ ഉള്ളത് കൊണ്ടാ ഇവൻ ഭക്തനായിരിക്കുന്നത്, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിന്നോട് ദോഷം വിട്ടോടുന്നത്. നീ അവന്റെ വേലി ഒന്ന് പൊളിച്ചു കഴിഞ്ഞ് അവന്റെ ഭക്തിയും അവന്റെ എല്ലാം ഞാനിപ്പോ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അനുവദിച്ചു കൊടുക്കുന്നതിന്റെ കാരണം, യോബിനെ ആർക്ക് നന്നായിട്ട് അറിയാം? യോബിനെ ദൈവത്തെ അറിയാന്നല്ല നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് യോബിനെ. അപ്പൊ നോക്കി, അത്രമാത്രം അടുത്തറിയുന്ന ആളായിരുന്നു, ദൈവം അടുത്തറിയുന്ന ആളായിരുന്നു ആര്? യോബ്. നമ്മളൊക്കെ പറയുക, എന്തെങ്കിലും ഇച്ചിരി പ്രസിദ്ധരായിട്ടുള്ള ആളുണ്ടെങ്കിൽ, ഇന്നാടുത്ത് ഇന്നാല് വീടിന്റെ അടുത്താ എന്റെ വീട്, അല്ലെങ്കിൽ ഒരു MLA പേരോ മന്ത്രിയുടെ പേരോ അല്ലെങ്കിൽ സിനിമാ നടന്റെ പേരോ ഒക്കെ വെച്ച് ഇന്നാടുത്ത് ഇന്നാടെ പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാണ്ട് പരിചയപ്പെടുത്തുമ്പോൾ. എന്നാൽ ഇവിടെ ദൈവത്തിന്
ദൈവത്താൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? ഇയ്യോബ്. അപ്പൊ നോക്കി, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് ദൈവവുമായിട്ടായിരുന്നു. എന്നാൽ പാപം ചെയ്താല് ദൈവം ഈ വേലി എന്ത് ചെയ്യും? പൊളിച്ചു കളയുവാൻ ഇടയായി തീരും. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 5:2. യെശയ്യാ പ്രവചനം 5:2. അവനതിന് വേലി കെട്ടി അതിന്റെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. കുഞ്ഞുങ്ങൾ വായിച്ചിട്ട് He dug and cleared the field of stones. He planted the best grapevines there, and he built a tower in the middle of it. He cut out the winepress as well. He hoped good grapes would grow there, but only bad grapes grew. My friend says, you people living in Jerusalem, and you men of Judah, judge between me and my vineyard. മലയാളത്തിൽ വായിച്ച വാക്യം 5:2. അവൻ അതിന് വേലി കെട്ടി, അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിന് നല്ല വക മുന്തിരിവള്ളി നോക്കി, അതിലെ കല്ല് എന്ത് ചെയ്തു? പെറുക്കി കളഞ്ഞു. പെറുക്കി കളഞ്ഞു. അതില് നല്ല വക മുന്തിരിവള്ളി അപ്പൊ നട്ടു. നട്ടത് എന്താണ്? നല്ല വക മോശമായിട്ടുള്ളതല്ല അവിടെ നട്ടത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നല്ല മുന്തിരിവള്ളി എന്ത് ചെയ്തു? നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. അപ്പോൾ ദൈവം അത് നടുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇതിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഫലം പുറത്തു വരണം. ആ ഫലം അതിനാണ് അവിടെ വായിക്കുന്നത്. അതിന്റെ നടുവില് ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. അപ്പൊ നട്ടത് എന്തിനു വേണ്ടിയാ? നല്ല മുന്തിരിങ്ങ കിട്ടുവാനായിട്ടാണ് അതിനെ നട്ടത്, കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിക്കുവിൻ. അടുത്ത വാക്യം. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കായ്ക്കുമെന്ന് എന്ത് ചെയ്തു? കാത്തിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കും. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ പദ്ധതിയില് അവിടെ നട്ടത് എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്ന് ഫലം വരുവാൻ വേണ്ടിയാണ്. അനുസരണത്തിന്റെയും കൂട്ടായ്മയുടെയും ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും ആരാധനയുടെയും ഫലം വരേണ്ട സ്ഥലത്ത് അനുസരണക്കേടും അന്യാരാധനയും വിഗ്രഹാരാധനയും സകലത്തിലും ദൈവത്തോടുള്ള മത്സരമായിരുന്നു അതിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അപ്പോൾ ദൈവമക്കളെ, നമ്മെ ദൈവം നട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. നാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിലും നിങ്ങൾ വളരെ. ആ വാക്യം ഒന്ന് വായിക്കാം. 15 യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കും. കുഞ്ഞുങ്ങളൊന്ന് വായിച്ചു. John chapter 15 verse 1. I am the true vine. My Father is the gardener. He cuts off every branch of mine that does not produce fruit, and he trims and cleans every branch. എല്ലാവരും ശ്രദ്ധിക്കില്ല വാക്യം. And he trims and cleans every branch that produces fruit, so that it will produce even more fruit. You are already clean because of the words I have spoken to you. Remain in me and I will remain in you. No branch can produce fruit alone. It must remain in the vine. It is the same with you. You cannot produce fruit alone. You must remain in me. I am the vine and you are the branches. If a person remains in me and I remain in him, then he produces much fruit. മലയാളത്തിൽ ആ വാക്യം ഒന്നുകൂടി വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും
അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് ഒക്കെയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. അടുത്ത വാക്യം, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അധികം ഫലം കായ്ക്കാനായിട്ട്. ഇസ്രായേൽ മക്കളെ അവിടെ കൊണ്ടുപോയി നട്ടത് എന്തിനു വേണ്ടിയാ? അധികം ഫലം. ദൈവം അവിടെ വായിക്കുന്നത് അതിന്റെ ഒരു ഗോപുരം പണിതു, അതില് ചക്കും കൂടി ഇട്ടു. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ പ്രതീക്ഷ അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഫലമായിരുന്നു. പക്ഷേ വന്നത് എന്താണ്? അത് നട്ടതിന്റെ കുഴപ്പമല്ല, അതിന് തടമെടുത്തതിന്റെ കുഴപ്പമല്ല, അതിന് ഇട്ടുകൊടുത്തതിന്റെ കുഴപ്പമൊന്നുമല്ല. അനുസരണക്കേടും ദൈവത്തോടുള്ള മത്സരവുമായിരുന്നു അവിടെ നിന്ന് പുറപ്പെടുവാനിടയായിത്തീരുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള നിത്യമായ സമ്പർക്കവും ആ കൂട്ടായ്മയിലുള്ള വളർച്ചയും ഫലവുമാണ് ദൈവമക്കളെ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. വായിക്കാം. അധികം ഫലം കായ്ക്കേണ്ടതിന്. അപ്പൊ അധികം ഫലം കായ്ക്കണമെങ്കിൽ എന്ത് വേണം? ചെത്തല് ആവശ്യമാണ്. അത് തോട്ടക്കാരൻ എന്ത് ചെയ്തോളൂ. അധികം ഫലം കായ്ക്കാൻ വേണ്ടിയായിട്ട് അതിനെ ചെത്തിപിടിപ്പാക്കുന്നു. അടുത്ത വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നോക്കി, യഥാർത്ഥ ആത്മീയ നമ്മൾ ആ അനുഭവത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയണം. അപ്പൊ നിരന്തരം ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുന്നവന് മാത്രമേ ഈ പറയുന്ന ആ വാസത്തിലേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരക്ക് കാരണം ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് സമയം അതൊരു പൈശാചികമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിലേക്ക് തിരക്ക്, അനാവശ്യമായ തിരക്കെന്ന് പറയുന്നത് അത് പിശാച് കൊണ്ടുവരുന്നതാണ്. ദൈവത്തിന്റെ അടുക്കൽ പോയി ഇരുന്നെങ്കിൽ മാത്രമേ വാസം നടക്കുകയുള്ളൂ. ഈ വാസം നടക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ആ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമ്മളിൽ നിന്ന് ഫലം, ഒരു ചെറിയ ഫലമല്ല അവിടെ വായിക്കും, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ എന്നിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാത്തവന്റെ അടുക്കൽ ദൈവത്തിന് വരാനായിട്ട് കഴിയില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. അപ്പൊ ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ അപ്രകാരം ദൈവത്തിന്റെ അടുക്കിലേക്ക് അല്പസമയം കിട്ടിയ വീട്ടിലെ തിരക്കൊക്കെ മാറ്റിയിട്ട് അങ്ങ് ഓടി അവിടെ ചെന്ന് ഈ സമ്പർക്കം പുലർത്തുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മളിൽ വാസം ഉണ്ടാകുകയുള്ളൂ. ഈ നമ്മളിൽ വാസം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ജഡമായിട്ടുള്ളത്, ജഡസ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ ഈ ഫലത്തിലേക്ക് വരികയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ ഇപ്രകാരം കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കാത്ത ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഫലം പുറപ്പെടാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. അടുത്ത വാക്യം, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ. അപ്പോൾ നമ്മൾ ഏകാന്തമായിട്ട് എവിടേക്ക് ചെല്ലണം? ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന അവസ്ഥയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മാത്രമേ, അപ്പൊ നമ്മൾ വായിക്കുന്ന നമ്മൾ കൂട്ടായ്മയുണ്ട്, സഭയിൽ ആരാധനയുണ്ട്, അതൊക്കെയും ഈ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് വന്നതിന്റെ അതിന്റെ ബാക്കി വരുന്നത് ഇതൊക്കെയും. എന്നാൽ ആഴമായിട്ട് എവിടെയാണ് ചെല്ലേണ്ടത്? ഏകാന്തമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ കൂടെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളുടെ വ്യത്യാസം. നമ്മുടെ വീട്ടിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ സഭയിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാകും. ഇപ്രകാരം ഒരു കൂട്ടായ്മ ദൈവത്തോട് നടത്താതെ നമ്മൾ കൂടി വന്നതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല, നമ്മളിൽ ഉണ്ടാകുകയില്ല. ആ വാക്യം ഒന്നുകൂടി വായിച്ച്, എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തത്. അപ്പൊ നോക്കിയേ, ഈ ഏകാന്തമായിട്ടുള്ള ശക്തമേറിയ കൂട്ടായ്മ ബന്ധം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാണ്? പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ എവിടെയായിരുന്നു? നമ്മള് സാധാരണ പറയാറുണ്ട്, ഇന്ന് എവിടെ പോവാന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാ ഞങ്ങള് കൂട്ടായ്മയ്ക്ക് പോവുക. ഇതൊരു കൂട്ടായ്മ തന്നെ. പക്ഷെ ഏറ്റവും ഭയങ്കരമേറിയ ശക്തിയേറിയ കൂട്ടായ്മ എവിടെയാണ്? പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള സഹിത്വമാണ് ഒരു സഭയുടെ വർധനവ് അല്ലെങ്കിൽ വളർച്ച. ദൈവം ആഗ്രഹിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലം വരുന്നത് അവിടെയാണ്. അപ്പൊ ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില്
ശക്തമേറിയ ആ അനുഭവം ഉണ്ടെങ്കിൽ സഭ ബലമുള്ളതായിരിക്കും. അതിലേക്ക് ഒരാൾ വന്നാൽ ആ വ്യക്തിയും എന്ത് ചെയ്യും? ഇപ്രകാരം ഫലം കായ്ക്കുന്ന അവസ്ഥയിൽ എത്തുവാനായിട്ടിടയായിത്തീരും. വാക്യം ഒന്ന് വായിക്കാം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പിൽ നിന്ന് മാത്രമേ എന്തുവരെയുള്ളൂ. അപ്പൊ യേശുക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഏത് വരാത്തത്? ഈ കോപവും ക്രോധവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിന്റെ ഒരു പ്രധാന കാരണം എവിടെ ചെന്നിരിക്കുന്നില്ല, ദൈവത്തിൽ വസിക്കാത്തത് കൊണ്ടാണ്. നമ്മളെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷിക്കപ്പെട്ട നാളിനുണ്ടാകുന്ന ജഡത്തിന്റെ സ്വഭാവം ഇന്നും നമ്മളിൽ മുഴുങ്ങി നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ വാസമില്ലാത്തതുകൊണ്ടാണ്. കൊമ്പ് എവിടെ വന്ന് വസിക്കുന്നില്ല? മുന്തിരിവള്ളിയാകുന്ന യേശു ക്രിസ്തുവിൽ വസിക്കാത്തത് കൊണ്ടാണ് വേറെ ഫലം കായ്ക്കുന്നത്. അടുത്ത വാക്യം, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. അപ്പോൾ നമ്മുടെ ആ സ്വയത്തിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ചു ദിവസമൊക്കെ നമുക്ക് ദേഷ്യപ്പെടാതിരിക്കാം. നാട്ടിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഈ ടാങ്കർ ലോറി, മഴക്കാലത്ത് ടാങ്കർ ലോറി പോകുന്ന സമയത്ത് ഈ റോഡിന്റെ സൈഡിൽ നിന്ന് തവള എന്ത് ചെയ്യും? ചാടി വന്ന് മസിൽ, ചില തവളുണ്ട് മസിൽ പിടിച്ച് നിൽക്കുന്ന തവളുണ്ട്. പക്ഷെ ആ ലോറി പോയി കഴിയുമ്പോ ആ തവള എന്ത് ചെയ്യും? തപ്പോന്ന് ഒരു ഒച്ചയും കേൾക്കാം. അതിന്റെ കാര്യം ഇതുപോലെ ഒരു മസിൽ പിടിച്ച് നിന്നതുകൊണ്ടൊന്നും നമുക്ക് ഫലം കായ്പാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെയുള്ള തീരുമാനങ്ങൾക്കൊന്നും ഫലം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ദൈവമക്കളെ, നമ്മൾ എങ്ങോട്ട് ഇറങ്ങി ചെല്ലണം? ഏകാന്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാത്ത നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാനായിട്ട് ഒരിക്കലും പോകുന്നില്ല. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് വളരെ ഫലം പുറപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല, ഫലം പുറപ്പെടുന്നതിനെ കർത്താവ് എന്ത് ചെയ്യും? അധികം ഫലം കഴിക്കുവാനായിട്ട് നന്നായിട്ട് ചെത്തി പിടിപ്പാക്കും. അടുത്ത വാക്യം, കൊമ്പിനെ മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ അവിടെ ചെന്ന് ഇരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഫലം കായ്പാനായിട്ട് കഴിയുകയില്ല. അടുത്ത വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പോ ദൈവമക്കളായ നമ്മൾ ആരാണ്? കൊമ്പുകളാണ്. കർത്താവ് മുന്തിരിവള്ളിയാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഇപ്പൊ നമ്മളിൽ ഫലമില്ലാത്തതിന്റെ കാരണം എന്താ? വസിക്കാത്തോണ്ട്. ഈ കൂട്ടായ്മ ബന്ധമില്ല. നമുക്ക് കൂട്ടായ്മയുണ്ട്. ഈ ഞായറാഴ്ച വരുമ്പോഴും ചൊവ്വാഴ്ച വരുമ്പോഴും സന്ധ്യാപ്രാർത്ഥനയ്ക്കും വ്യക്തിപരമായിട്ട് അങ്ങ് ചെന്നിരുന്ന് അനുഭവിക്കുന്ന, ദൈവത്തിന്റെ സഹിത്വം അനുഭവിക്കുന്ന ആ അവസ്ഥയിലേക്ക്, അതിന്റെ ആ ആഴത്തിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ടാണ് ഈ വളരെ ഫലം കായ്ക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി ആവർത്തിച്ച്, നിങ്ങൾ കൊമ്പുകളും ഒരുത്തൻ എന്നിലും ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നോക്കി, അതാ കൂട്ടായ്മയാണ് ദൈവത്തിൽ. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പൊ നോക്കി, ചെറിയ ഫലമാണോ? അല്ല, ആ വ്യക്തി ഒത്തിരി ഫലം കായ്ക്കും. അപ്പൊ യെശയ്യാപ്രവചനത്തിൽ നാം വായിച്ച 52-ാം അധ്യായം വായിക്കുന്നത്, ആ മുന്തിരിവള്ളി നട്ട ഉദ്ദേശത്തിന്റെ ഫലം വന്നെങ്കിൽ എവിടെ വസിക്കണം? കർത്താവിൽ മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ മാത്രമാണ് ആ അതിൽ കൊമ്പുകളിൽ നിന്ന് എന്ത് വരികയുള്ളൂ? ഫലം പുറപ്പെടുകയുള്ളൂ. അപ്പോൾ ദൈവം ചക്കും ഗോപുരവും പണിത് ചക്കും അതിൽ നാട്ടിയിട്ട് ഫലം കായ്പാനായിട്ട് ഇസ്രായേൽ മക്കളെ കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ കാഴ്ചത് എന്താണ്? കാട്ടു മുന്തിരിയാണ്. അനുസരണക്കേടും വിഗ്രഹാരാധനയും മറുതലിപ്പും പിറുപിറുപ്പും മാത്രമാണ് വരുന്നത്. ദൈവമക്കളെ, ഇത് വരുമ്പോൾ നമ്മൾ എവിടെയല്ല വസിക്കുന്നത്? ഈ പിറുപിറുപ്പും ഈ തമ്മിത്തല്ലും പ്രാക്കും കടിച്ചു കീറുന്ന അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എവിടെ വസിക്കുന്നില്ല? ദൈവത്തിൽ വസിക്കുന്നില്ല. യേശുക്രിസ്തുവിലുള്ള വാസമില്ല. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് പരാജയം, നിരാശ, എപ്പോഴും ഒരു മന്ദീഭവിച്ച അവസ്ഥയിൽ നാം ജീവിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവിടെ നാം വായിച്ചത്, ദൈവത്തോടുകൂടെ വസിക്കുമ്പോൾ ഫലം വരുന്ന ഇസ്രായേൽ മക്കളുടെ വേലി ദൈവം എന്ത് ചെയ്തു? പൊളിച്ചു കളയുവാനായി തീർന്നു. നമുക്ക് സങ്കീർത്തന 80 സാംസ് ചാപ്റ്റർ 80 വേഴ്സ് 10 and 11. No, 80. It sends out its branches to the sea and its shoots to the river. Why then have you broken down its walls so that
All who pass along the way pluck its fruit. The boar from the forest ravages, and all that move in the field feed on it. Turn again, O God of hosts. Look down from heaven and see. അത് മലയാളത്തിലൊന്ന് പോയി. നീ മിസ്രയീമിൽ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു. ജാതികളെ നീക്കിക്കളഞ്ഞ അതിൽ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന് നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയുമായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത്. വഴി പോകുന്നവരൊക്കെയും ഇതിനെ പറിക്കുകയാണ്, മുന്തിരിവള്ളിയെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? അപ്പോ അവിടെ പൊളിക്കുവാനുള്ള കാരണം എന്താണ്? ദൈവം ഉദ്ദേശിച്ച ഫലം അതിൽ നിന്ന് വരാത്തത് കൊണ്ട് അതിന്റെ വേലി പൊളിക്കുക. നമുക്കറിയാം, ഇസ്രായേലിന്റെ ശത്രുക്കളൊക്കെയും ശക്തമായി ഇവരെ എന്ത് ചെയ്യണം, പറിച്ചു തിന്നുന്ന അവസ്ഥയിലേക്ക് വരുവാനിടയപ്പോൾ വേലി പൊളിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തോടുള്ള പാപം ചെയ്യുമ്പോൾ, ഫലം കായ്ക്കാതെ വരുമ്പോൾ ദൈവം വേലി പൊളിക്കുവാനായിട്ടിടയായപ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടുകയാണ്. രണ്ട്, രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുന്നു. മൂന്ന്, ദൈവത്തിന് നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. അടുത്തത്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പിന്നെ ദൈവത്തിന്റെ സംരക്ഷണം ദൈവം പൊളിച്ചു കളയുവാനായിട്ട് ഇടയായി.